is Libby and you're watching Libiz logbook. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും എന്തെടുക്കുന്നു? അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ചെയ്താലോ? ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. മലബാർ ഏരിയയിലേക്ക് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉന്നക്കായ. അപ്പം നമുക്ക് ഒട്ടും തന്നെ താമസിപ്പിക്കാതെ വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം 2 മുട്ട, അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്, പിന്നെ കാഷ്യൂ നട്ട്സ്, ബദാം, അതുപോലെ കിസ്മിസ്. അപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 ഏത്തപ്പഴവും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അത്യാവശ്യം ഉരുകി വരുമ്പോഴത്തേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഒരുപാട് മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കാഷ്യൂ നട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബദാം പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കൂട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത മിക്സ് എല്ലാം കൂടി ആഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ പുഴുങ്ങിയ ഏത്തപ്പഴത്തിൻ്റെയും അതുപോലെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത മിക്സിൻ്റെയും ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മയത്തിൽ കുഴയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉന്നക്കായ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. പൊതുവെ ഉന്നക്കായുടെ ഷേപ്പ് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് പല രീതിയിൽ ഉന്നക്കായ ഉണ്ടാക്കാം. ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് റോൾ ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ എല്ലാം തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഏത്തപ്പഴമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. മാത്രമല്ല ഏത്തപ്പഴം കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിനകത്ത് എണ്ണ എടുത്തിട്ട് അത് ചൂടാവുന്ന സമയത്തേക്ക് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയിട്ടുള്ളത് കൊണ്ട് കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ തിരിച്ചിടുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഒരു സൈഡിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ തിരിച്ചിടുകയാണേ. പൊടിഞ്ഞു പോവാതെ തിരിച്ചിടാൻ ശ്രദ്ധിക്കുക. ആക്ച്വലി ഞാൻ ഈ റെസിപ്പി പഠിച്ചത് മമ്മിയുടെ അടുത്തു നിന്നാണ്. കാരണം ഞാനും ഏത്തപ്പഴം കഴിക്കാത്ത കൂട്ടത്തിൽ ഒരാളായിരുന്നു. അപ്പം എന്നെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മി ഇങ്ങനെ പല പല റെസിപ്പീസ് വീട്ടിൽ ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ പഠിച്ചതാണേ. ഇത് നമ്മുടേതായ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിൽ കിട്ടുന്ന ഉന്നക്കായുടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും ടേസ്റ്റ് ഒരു രക്ഷയില്ല മക്കളെ. കത്തി വെച്ച് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണേ. പിന്നെ കുറേ പേര് കുറേ സജഷൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് പരീക്ഷിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. ആരും പിണങ്ങണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.